ബ്രഹ്മോസ്, രുദ്രം, അസ്ത്ര എന്നിവ ഉപയോഗിക്കാൻ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ്. ഇന്ത്യക്ക് റഷ്യയുടെ ഓഫർ ലഭിക്കുമ്പോൾ ടെൻഷൻ പാകിസ്ഥാനും ചൈനയ്ക്കും. നിലവിലെ സാഹചര്യങ്ങളിൽ സാങ്കേതികമായി പുരോഗമിച്ചതും ബഹുമുഖ ശേഷിയുള്ളതുമായ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമാണ്. സുഹോയ് 57E, സുഹോയ് 37M പോലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാൻ റഷ്യ തയ്യാറാണ്. ഈ നിർദ്ദേശം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ എങ്ങനെ ശക്തിപ്പെടുത്തുമെന്നും ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാതന്ത്ര്യം, സാങ്കേതിക പുരോഗതി, സ്വാശ്രയത്വം എന്നിവയിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പായി ഇത് എങ്ങനെ മാറുമെന്നും ഈ വീഡിയോ ചർച്ച ചെയ്യുന്നു. ഇന്ത്യയുടെ നിലവിലെ സ്ഥിതി എന്താണ്? ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ 2 മുന്നണികളിലെ യുദ്ധസാധ്യതയും എപ്പോഴും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യങ്ങളിൽ സാങ്കേതികമായി പുരോഗമിച്ചതും ബഹുമുഖ ശേഷിയുള്ളതുമായ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ AMCA പോലുള്ള ആഭ്യന്തര പദ്ധതികളിൽ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, തന്ത്രപരമായ പങ്കാളികളിൽ നിന്ന് ആയുധ സാങ്കേതികവിദ്യ സ്വന്തമാക്കാനും ശ്രമിക്കുന്നത്. ഈ റഷ്യൻ യുദ്ധവിമാനങ്ങളുടെ ഫലം എന്തായിരിക്കും? ഈ റഷ്യൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയാൽ മേഖലയിലെ ആയുധ സന്തുലനത്തെ എങ്ങനെയാണ് ബാധിക്കുക? റഷ്യ നിർദ്ദേശിക്കുന്ന സുഖോയ് 57E, സുഖോയ് 35M എന്നിവ ഇന്ത്യയുടെ ഈ ശ്രമത്തിന് പുതിയ മാനം നൽകാൻ കഴിയും. സുഖോയ് 57E 5ാം തലമുറ സ്റ്റെൽത്ത് മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ്. അതേസമയം സുഖോയ് 35M ഒരു നൂതന 4.5 ജനറേഷൻ ഫൈറ്റർ ജെറ്റാണ്. റഷ്യയുടെ കമ്പനിയായ റോസ്റ്റെക് ആൻഡ് സുഖോയ് ഇന്ത്യക്ക് മുന്നിൽ വച്ച നിർദ്ദേശത്തിൽ സുഖോയ് 57Eയുടെ എക്സ്പോർട്ട് പതിപ്പിൽ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ, സൂപ്പർസോണിക് വേഗത, മൾട്ടി റോൾ പ്രവർത്തനം എന്നിവയെല്ലാം വാഗ്ദാനം ചെയ്യുന്നു. ഈ വിമാനങ്ങൾ കൊണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എന്ത് നേട്ടമാകും ഉണ്ടാവുക? റഷ്യയുടെ കമ്പനി സോഴ്സ് കോഡും നിർമ്മാണ അവകാശങ്ങളും ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണ്. അതിൻ്റെ സഹായത്തോടെ ഇന്ത്യക്ക് സൗകര്യത്തിനനുസരിച്ച് സാങ്കേതികത മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉടനടി പ്രവർത്തന നേട്ടം നൽകുന്ന സുഖോയ് 35M ഉടനടി തന്നെ വിതരണം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. സ്റ്റെൽത്ത് ഓപ്പറേഷൻ, ഇന്റേണൽ വെപ്പൺ വേ, 3D ത്രസ്റ്റ് വെക്ടറിംഗ് എന്നിവയ്ക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് സുഖോയ് 57E ഫൈറ്റർ ജെറ്റ്. ആഫ്റ്റർ ബേണർ ഇല്ലാതെ ഇതിന് മാക് 1.6 വരെ വേഗത നിലനിർത്താൻ കഴിയും. അതായത് 1975 കിലോമീറ്റർ മണിക്കൂറിൽ. പരമാവധി വേഗത മാക് 2 2450 കിലോമീറ്റർ മണിക്കൂറിൽ. അത്രയും വേഗത വരെ എത്താൻ ഈ ജെറ്റിന് സാധിക്കും. ഈ ജെറ്റുകളിൽ എന്തൊക്കെ ആയുധങ്ങൾ ഘടിപ്പിക്കാം? സുഖോയ് 57E ഫൈറ്റർ ജെറ്റിൽ R-77M എയർ ടു എയർ മിസൈൽ, KH-69 ക്രൂയിസ് മിസൈൽ, GROM ഗ്ലൈഡ് ബോംബ് എന്നിവ പ്രധാന ആയുധങ്ങളാണ്. ബ്രഹ്മോസ്, രുദ്രം, അസ്ത്ര തുടങ്ങിയ ഇന്ത്യൻ മിസൈൽ സംവിധാനങ്ങളുമായി റഷ്യൻ ഫൈറ്റർ ജെറ്റിനെ സംയോജിപ്പിക്കാനും കഴിയും. മറ്റു വിമാനങ്ങളുമായും കൺട്രോൾ റൂമുമായും തത്സമയ ആശയവിനിമയം സാധ്യമാവുന്നത് അതിൻ്റെ ഡേറ്റ ലിങ്ക് സംവിധാനത്തിലൂടെയാണ്. സുഖോയ് 57E കൊണ്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം തന്ത്രപരമായി സ്വാതന്ത്ര്യം നൽകുന്ന സ്വന്തം സോഫ്റ്റ്വെയറും മിസൈൽ സംവിധാനങ്ങളും സംയോജിപ്പിക്കാൻ കഴിയും എന്നതാണ്.